ഈദ് മുബാറക്. ആർമയുടെ പുതിയൊരു വീഡിയോക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും ആദ്യമായിട്ട് ഈദ് മുബാറക് ചെറുപെരുന്നാൾ ആശംസകൾ നേർന്നുകൊണ്ട് നമ്മൾ ഈ വീഡിയോ ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യാണ്. ഈ സന്ദർഭത്തിൽ പെരുന്നാൾ സന്ദേശമായി ഉദിച്ചൊരു നമ്മുടെ വിശ്വാസികൾക്ക് നൽകാനുള്ളത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു തന്ന ഒരു ഹദീസാണ്. അല്ലാഹുവിന്റെ റസൂൽ ഒരു സന്ദർഭം പറഞ്ഞിട്ടുണ്ട്, അഹബ്ബുൽ അഅമാലി ഇലല്ലാഹി സുറൂർ. അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട അമലുകളുടെ കൂട്ടത്തിൽ ഒരുപാട് വ്യത്യസ്തമായ അമലുകൾ ചെയ്തവരാണ് ഈ റമദാനിൽ ഞാനും നിങ്ങളും. റമദാനിൽ ഉംറ നിർവഹിച്ചവരുണ്ട്, അതുപോലെ തന്നെ ദാനധർമ്മങ്ങൾ, പരിശുദ്ധമാക്കപ്പെട്ട ഖുർആൻ പാരായണം ചെയ്യലും, നീണ്ട ദീർഘമായ രാത്രിയുള്ള നിസ്കാരം, ഇഅ്തികാഫ്, കുടുംബബന്ധം ചേർക്കുക, പാവങ്ങൾ, ഫഖീർ, മിസ്കീൻ ഇവരൊക്കെ സഹായിക്കുക, ഇങ്ങനെ വ്യത്യസ്തമായ പല അമലുകളും ചെയ്ത് ഇരിക്കുന്നവരാണ് എന്റെ മുന്നിലുള്ള വിശ്വാസികൾ. അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു, എന്നാൽ ഏറ്റവും ഇതിൽ അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട അമല് അഹബ്ബുൽ അഅമാലി ഇലല്ലാഹ് സുറൂർ. അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടം അത് നമ്മുടെ സന്തോഷമാണ്. നമ്മൾ സന്തോഷിച്ച് വളരെ ആഹത്തോടുകൂടി സന്തോഷത്തിൽ കഴിയുക എന്നത് അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമാണ്. പക്ഷെ ആ സന്തോഷം എവിടെയാണ് വേണ്ടത്? പെരുന്നാളിന്റെ പേരും പറഞ്ഞ ഏതെങ്കിലും രീതിയിലുള്ള തോന്നിയാസങ്ങളോ ആർഭാടങ്ങളോ ആവാസങ്ങളോ കാണിച്ച് മദ്യപിച്ച് നടന്ന ആ രീതിയിലുള്ള സന്തോഷമല്ല. അള്ളാഹു ഇഷ്ടപ്പെടുന്ന സന്തോഷം അള്ളാഹുവിന്റെ റസൂൽ തന്നെ പറയുന്നു, ആ സന്തോഷം തുദ്ഖിലുഹു അലാ മുസ്ലിമിൻ, നീ ഒരു മുസ്ലിമിന് നൽകണം. നിന്നിൽ നിന്നൊരു മുസ്ലിമിന് സന്തോഷം ഉണ്ടാകുക എന്നുള്ളതാണ് അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള ഇബാദത്ത്, അമൽ. അപ്പൊ നമ്മളെ കൊണ്ടൊരു നല്ല സന്തോഷം ഒരാൾക്ക് ഉണ്ടാക്കാൻ പറ്റുക എന്നതാണ് അള്ളാഹ് ഏറ്റവും ഇഷ്ടപ്പെടുന്നത്. പെരുന്നാൾ ദിവസം എന്ന് മാത്രമല്ല, എന്നും അള്ളാഹ്ക്ക് ഇഷ്ടം അതാണ്. ഒരു മുസ്ലിമിലേക്ക് നീ സന്തോഷം പകരുക, ഒരു മുസ്ലിമിന്റെ പ്രയാസം നീക്കി കൊടുക്കുക, അങ്ങനെ അവരിൽ സന്തോഷം ഉണ്ടാക്കി കൊടുക്കുക. ഒരു മുസ്ലിമിന്റെ വിശപ്പ് മാറ്റി കൊടുക്കുക, അവന്റെ പട്ടിണി ദാരിദ്ര്യം മാറ്റാൻ വേണ്ടി സഹായിക്കുക, പട്ടിണി മാറ്റി കൊടുക്കുക. കടം കൊണ്ട് കുടുങ്ങിയവനാണെങ്കിൽ അവന് ആ കടത്തിൽ നിന്ന് രക്ഷപ്പെടുത്താൻ നോക്കുക, ആ രീതിയിൽ സന്തോഷം നൽകുക. ഒരു മനുഷ്യന് പട്ടിണിയാണ്, അയൽവാസിയോ അല്ലെങ്കിൽ കുടുംബത്തിലോ വേണ്ടപ്പെട്ടവര് നമ്മുടെ മുറ്റിച്ചൂരും അതിൽ ആരെങ്കിലും പട്ടിണിയാണെന്ന് കേൾക്കുമ്പോൾ റമദാൻ കിറ്റുമായി അല്ലെങ്കിൽ പെരുന്നാൾ കിറ്റുമായി ആ ദാരിദ്ര്യം, ആ ഒരു പട്ടിണി മാറ്റുക എന്നതും, അല്ലെങ്കിൽ കടം കൊണ്ട് കുടുങ്ങി നമ്മളൊക്കെ വലിയ പെരുന്നാൾ ആഘോഷിക്കുമ്പോൾ കടത്തിന്റെ പേരും പറഞ്ഞ് വീട്ടിൽ കണ്ണുനീര് കൊണ്ട് ആരെങ്കിലും കഴിഞ്ഞു കൂടുന്നുണ്ടെങ്കിൽ അവരുടെ കടം വീടാൻ വേണ്ടി അവനൊരു സന്തോഷം നൽകുക, അല്ലെങ്കിൽ ഒരു പ്രയാസത്തിൽ അനുഭവപ്പെട്ട ആളുകളുടെ പ്രയാസം നീക്കി കൊടുക്കുക. ഇങ്ങനെ മുസ്ലിമിന് നൽകേണ്ട ഒരു സന്തോഷമുണ്ട്. ആ സന്തോഷമാണ് അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള അമൽ. എന്നിട്ട് അള്ളാഹുവിന്റെ റസൂൽ വാക്ക് അവസാനിപ്പിക്കുന്നത് ഇങ്ങനെയാണ്, എന്റെ സഹോദരന്റെ കൂടെ ഞാൻ നടക്കുക എന്നത് ഈ ഹാജത്തിന് അവന്റെ ഒരു ആവശ്യം നിറവേറ്റാൻ വേണ്ടി, ഒരു മനുഷ്യന്റെ ഒരു ആവശ്യത്തിന് വേണ്ടി അവന്റെ കൂടെ നടന്ന് അവനെ സഹായിക്കുക. രോഗിയാണെങ്കിൽ അവനെ ആശുപത്രി കൊണ്ടുപോകാനും കൊണ്ടുവരാനും, ഈ നേരത്തെ പറഞ്ഞ കടം കൊണ്ട് കുടുങ്ങിയവനാണെങ്കിൽ അവന്റെ കാര്യത്തിന് വേണ്ടി ഓടിക്കളിക്കാനും, മൊത്തത്തിൽ ഒരു സോഷ്യൽ പ്രവർത്തനങ്ങൾ, ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കും വേണ്ടി ഓടിക്കളിക്കുക എന്നത് അഹബ്ബു ഇലയ്യ, എനിക്ക് ഏറ്റവും ഇഷ്ടമാണ് എന്ന് അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു.
എത്രത്തോളം മിൻ അൻ അഅ്തഖിഫ ഫി മസ്ജിദി ഹാദാ ശഹറൻ, എന്റെ ഈ മദീനത്തെ പള്ളിയിലേക്ക് വന്ന് ഒരു മാസം ഇവിടെ ഇരിക്കുന്നതിനേക്കാൾ, നമുക്കറിയാം ഇവിടെ നിസ്കരിക്കുന്നതിനേക്കാളും ലക്ഷം പ്രതിഫലമാണ് മദീനയിലെ പള്ളിയിൽ. ആ മദീന പള്ളിയിൽ പോയി ഒരു മാസം നമ്മൾ ഇരിക്കുന്നതിനേക്കാൾ ഏറ്റവും അല്ലാഹുവിന്റെ റസൂലിന് ഇഷ്ടം ജീവകാരുണ്യ പ്രവർത്തനങ്ങളുമായി ആളുകളുടെ പ്രയാസങ്ങളിൽ ഇടപെട്ട ആളുകൾക്ക് സന്തോഷം നൽകുക എന്നതാണ്. നമ്മുടെ മുന്നിലേക്ക് വരുന്നത് തെരഞ്ഞെടുപ്പാണ്, നമുക്കറിയാം. ഇവിടെ ഓരോ മുസ്ലിമിനും ഈ പറഞ്ഞ രീതിയിൽ സന്തോഷമുണ്ടാകേണ്ട രീതിയിൽ ഞാനും നിങ്ങളും കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകേണ്ടതുണ്ട്. വർഗീയവാദികൾ, ഫാഷിസവാദികൾ ഇസ്ലാമിനെയും പള്ളികളും അതുപോലെ തന്നെ മദ്രസകളും തകർക്കാൻ വേണ്ടി നോക്കുമ്പോൾ അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞ ഈ ഹദീസ് ഒരു മുസ്ലിമിന് സന്തോഷം നൽകാൻ പറ്റുന്ന രീതിയിൽ അള്ളാഹുവിന്റെ പള്ളികളെയും അതുപോലെ തന്നെ മദ്രസകളെയും ദീനീ സ്ഥാപനങ്ങളെയും മുസ്ലിം എന്ത് കഴിക്കണം, എന്ത് കഴിക്കരുത്, അവർ ഏത് വസ്ത്രം ധരിക്കണം, ഏത് വസ്ത്രം ധരിക്കരുത് എന്ന രീതിയിൽ പൂർണ്ണ മുസ്ലിമായി ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം നേടിയെടുക്കേണ്ട ഒരു സമയമാണ്. ഈ രീതിയിൽ നമ്മുടെ നാടുകളിൽ സന്തോഷം നിലനിർത്താൻ ഞാനും നിങ്ങളും ആലോചിച്ച് കാര്യമായി ഈ തെരഞ്ഞെടുപ്പിനെ പരിഗണിക്കേണ്ടതുണ്ട്. അതോടൊപ്പം നമ്മളിന്ന് സന്തോഷത്തിലാണ്, ഫലസ്തീനിലെ മക്കൾ ദുഃഖിതരാണ്. അവർക്ക് വേണ്ടിയുള്ള ദുആയും ഞാൻ മറന്നു പോകരുത്. ശരി. ഇത് മുബാറക്. Eid Mubarak. അപ്പോൾ എല്ലാവർക്കും ഈദ് മുബാറക് തരികയാണ് ഈ നിമിഷത്തിൽ. Mubarak.
ഈദ് മുബാറക്. എനിക്കെല്ലാ വീട്ടിലും ഒരു ചോക്ലേറ്റും ഒരു പിസ്തയും പിസ്ത ചോക്ലേറ്റ് പിസ്ത കേട്ടോ. അപ്പൊ നമ്മുടെ പെരുന്നാളിന്റെ വീഡിയോ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. അപ്പൊ ഇൻഷാല്ലാ പെരുന്നാളിന്റെ വീഡിയോ വരും. അതിനിടയിൽ നമ്മളെ വീഡിയോസ് വന്നുകൊണ്ടിരിക്കും. ഇത് പെരുന്നാൾ വീഡിയോ ആണ്. അപ്പൊ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അടിക്കുക, ഓൾ അടിക്കുക. അപ്പൊ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഈദ് മുബാറക്. എല്ലാരും വന്നിട്ട് ഇങ്ങനെ വിഷ് ചെയ്തിട്ട് എന്തെങ്കിലുമൊക്കെ പറഞ്ഞു.